നമ്മൾ മിക്കപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ് ഈ പറയുന്ന വൺ ഇൻ ദ സെയിമും അതുപോലെ തന്നെ ഹങ്കർ പെയിൻസും. യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം വൺ ഇൻ ദ സെയിം, അതിനകത്ത് എന്താണ് തെറ്റെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി വൺ ഇൻ ദ സെയിം എന്നല്ല നമ്മൾ പറയേണ്ടത്. പിന്നെ എങ്ങനെയാണ്? വൺ ആൻഡ് ദ സെയിം എന്നാണ് പറയേണ്ടത്. എന്താണ് വൺ ആൻഡ് ദ സെയിം? അവിടെ ഇന്നിന് പകരം ആൻഡ് ആണ് പറയേണ്ടത്. ഇനി എന്താണ് വൺ ആൻഡ് ദ സെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൺ ആൻഡ് ദ സെയിം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചു വെച്ചാൽ എന്താണ്? ടു തിങ്സ് ആർ സെയിം അല്ലെങ്കിൽ ബോത്ത് ആർ സെയിം എന്നാണ് വൺ ആൻഡ് ദ സെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഹങ്കർ പെയിൻസ്. നമ്മൾ ഒരിക്കലും ഹങ്കർ പെയിൻസ് എന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയത്തുള്ളൂ? ഹങ്കർ പാങ്സ് എന്നേ പറയത്തുള്ളൂ, അല്ലെ? PANGS, ഹങ്കർ പാങ്സ്. ഏത് സന്ദർഭത്തിലാണ് നമ്മൾ അങ്ങനെ പറയുക? നമുക്ക് ഭയങ്കര വിശപ്പുള്ള സമയത്ത്, അല്ലെ? പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഐ ആം ഹാവിങ് ഹങ്കർ പാങ്സ് എന്ന് പറയാം, അല്ലെ? എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, വിശപ്പ് ഫീൽ ചെയ്യുന്നു എന്നർത്ഥത്തിൽ നമുക്ക് അവിടെ നമ്മൾ പറയേണ്ടത് പെയിൻസ് എന്നല്ല പാങ്സ് എന്നാണ്. അപ്പൊ ഹങ്കർ പാങ്സ്. അപ്പൊ ഓർക്കുക, വൺ ഇൻ ദ സെയിം എന്നല്ല, പിന്നെ വൺ ആൻഡ് ദ സെയിം. അതുപോലെ തന്നെ ഹങ്കർ പെയിൻസ് എന്നല്ല, പിന്നെ ഹങ്കർ പാങ്സ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശരിയായി പഠിച്ചു. ഇനിയും ഇതുപോലുള്ള ചില ടിപ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എന്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ടിപ്സുകൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ നല്ലൊരു വിജയാശംസ നേരുന്നു. നന്ദി, നമസ്കാരം.